ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ രാവിലെ ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കുവാണേ. അത് നിങ്ങളെവിടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പൂന് ഇന്ന് സെമസ്റ്റർ എക്സാം തുടങ്ങും. അപ്പോൾ അപ്പൂന് 1:30 എക്സാമെങ്കിലും രാവിലെ പോവും. അവന് കഴിച്ചിട്ട് പോകത്തില്ല, എന്തെങ്കിലും കാപ്പി കഴിച്ചിട്ട് പോകത്തുള്ളൂ. 11 മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചോറ് ഇതുപോലെ മുട്ടച്ചോറ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടും അവൻ്റെ കയ്യിൽ. ഇത് പൊന്നാരി വീരഞ്ചീരയാണേ. അതിൻ്റെ പൂ കണ്ടോ? അതിൻ്റെ പൂ കാണിക്കാം. അതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നപ്പൂ പോലെയുണ്ട്. നല്ല ഔഷധ ഗുണമൊക്കെയുള്ള സാധനമാണേ. മുട്ടച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്ത് വേണേലും ഇടാം. ക്യാരറ്റൊക്കെ ഇട്ടാൽ ഒത്തിരി നല്ലതാണ്. പിന്നെ കരിവേപ്പില വേണം, ഒരു കുഞ്ഞു കഷ്ണം സവാള വേണം, ഒരു പച്ചമുളക്, പിന്നെ ഈ ചീരയോ മുരിങ്ങയിലോ എന്തെങ്കിലും അരിഞ്ഞിടുക, ഒത്തിരി നല്ലതാണ്. പിന്നെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും വേണം. പിന്നെ കുരുമുളക് അത് ഉറപ്പായിട്ടും വേണം. പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലിയൊക്കെ മതി. അത് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇത് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾ വേകാനുള്ള സമയം എടുക്കണേ. എന്നിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1 2 ഇടാം. ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട ഇട്ടിട്ടുള്ളൂ. മിക്കവാറും അത് കഴിക്കത്തൊന്നുമില്ല, തിരിച്ചു കൊണ്ടുവരുവേ. എന്നിട്ട് അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അതിലോട്ടിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ മുട്ടച്ചോറ് അത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ പെട്ടെന്ന് രാവിലെ പിള്ളേർക്ക് കൊടുത്തു വിടാനൊക്കെ നല്ല ഒരു ഇതാണ്. ഇവിടെ ചോറും കറിയെല്ലാം ആയത്. ഇവൻ കഴിക്കുകയല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു മുട്ടച്ചോറാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇച്ചിരി അച്ചാറും വെച്ച് പപ്പടവും കാച്ചി കൊടുത്തു വിട്ടു. പക്ഷേ വന്നിട്ട് 6:30 ആയപ്പോഴാണ് ഈ സാധനം കഴിക്കുന്നത്. രാവിലെ കഴിച്ചേച്ച് പോയതാണ്. ഇന്ന് ഉപ്പുമാവും പഴവും ചെറുപയർ പുഴുങ്ങിയതും ഒക്കെ ആയിരുന്നു. സാമ്പാറും ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറഞ്ഞ് അത് കുട്ടിച്ചിരി കഴിച്ചു. ചോറുണ്ണാൻ പറഞ്ഞിട്ട് ഉണ്ടില്ല. പിന്നെ ഇതിപ്പോൾ വൈകിട്ടത്തെയാണേ. വൈകിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമോ, 4 മണി കാപ്പി. അന്നേരം അത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് വെള്ളം എടുത്ത് പൊടിയിട്ട് ഇളക്കിയെടുത്തു. ഇത് ഈ സാധനം കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത്. അതിനാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കൈ പിടിച്ച് കറക്കി ഓരോ സാധനങ്ങൾ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, എനിക്ക് എല്ലാ ജോലി എളുപ്പമാകാനുള്ള സാധനങ്ങളൊക്കെ വിനിച്ചേട്ടൻ മേടിച്ച് തരുവേ. അപ്പോൾ ഇത് ഈ ഒരു തട്ടയിൽ ഉറപ്പിച്ച് വെച്ചേക്കുക ഇത്. അപ്പോൾ നമ്മൾ ആ സാധനങ്ങളെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ചേരുവെല്ലാം അതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാം. ചില്ലെല്ലാം ഇട്ടേച്ച് അത് സെറ്റ് ചെയ്ത് ഇത് നമ്മൾ സ്ക്രൂ കൊണ്ട് ആ ഒരു സ്ക്രൂ പിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മുറുക്കി വയ്ക്കുകയോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാൻ മേലാത്തവരുണ്ട്. ഈ ഇടയ്ക്ക് ഇവിടെ ഒരാൾ വന്നപ്പോൾ ഇതെങ്ങനെ എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളേ. അവിടെ ഇത് നമ്മൾ അടച്ചേച്ച് നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ വിനിച്ചേട്ടനായിട്ട് ഉണ്ടാക്കുന്നത്. വിനിച്ചേട്ടൻ ഇതുപോലെ വേണം. വാഴയിലൊക്കെ വെച്ച് തേങ്ങയൊക്കെ ഇട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പം കുറച്ചേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ഇഷ്ടം. അപ്പോൾ അത് ഒരെണ്ണം അങ്ങനെ ഉണ്ടാക്കും. നമ്മൾ ചുമ്മാ കറക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കുക, നമ്മുടെ വയറൊക്കെ ഫ്രീ ആയിട്ടിരിക്കുവേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബലം പിടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ മസിലിനും വയറിനും ഒക്കെ ഇതിപ്പോൾ കൂളായിട്ടാണ് ഞാനത് തിരിക്കുന്നത്. ആ കൂടെ ഇങ്ങനെ കൈ കൊണ്ട് പതുക്കെ തിരിച്ചു കൊടുക്കുന്നതേ ഉള്ളേ. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, അവിടെ കൈ കഴുകാൻ പോകുന്ന, അവിടെ കൈ കഴുകാൻ പൈപ്പുണ്ട്, കൈ കഴുകി തുടയ്ക്കാൻ പോകുന്ന ഞാൻ. പിന്നെ അത് ഗ്യാസ് അവിടെ വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ചു. ഇനി അടുത്ത ട്രിപ്പ് ഇത് നന്ദുവിന് ഉണ്ടാക്കുന്ന. നന്ദുവിന് തേങ്ങ ഇഷ്ടമില്ല. അപ്പം നന്ദുവിന് വേറെ സ്പെഷ്യൽ ഉണ്ടാക്കണം എല്ലാ കാര്യങ്ങളും. അപ്പൂവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പൂ എന്നാ വേണേൽ കഴിച്ചോളും. ഇവിടെ വേറെ ആർക്കും ഒരു ഇതൊന്നുമില്ല. ചേട്ടനും നന്ദുവിനും ഒക്കെ ഇച്ചിരി കൃത്യനിഷ്ഠകളൊക്കെ വേണം. അപ്പൂവിന് പിന്നെ എന്തെങ്കിലും ഇറച്ചിയോ മീനോ എന്തെങ്കിലും വേണം. അങ്ങനെ അപ്പോൾ അത് റെഡിയായി. അതിന് ഞാൻ സാമ്പാറുണ്ട്. പിന്നെ ചെറുപയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപയർ നമ്മൾ കുക്കറിലിട്ട് 3 വിസിലടിക്കുവേ, ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ശർക്കരയും കൂടെ ഇട്ട് ഒരു ഏലക്കായും കൂടെ പൊടിച്ചിട്ട് അടച്ച് വെക്കും. കുറച്ച് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് ഉരുകി നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കഴിക്കാൻ. ഇവർക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കും. ഇതൊക്കെ എളുപ്പമാണ്. അത് തന്നെയല്ല, ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ചെറുപയറും ഇടിയപ്പവും അങ്ങനെ കൂടുതൽ തേങ്ങയും ഒക്കെ ഇട്ട് കഴിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആകത്തില്ല. പെട്ടെന്ന് പണികളെല്ലാം തീരുവേ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് ഇത്രയൊക്കെ ഉള്ള വീഡിയോയൊക്കെ. ഞാൻ തന്നെയൊക്കെ എടുത്തതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്യണം.